ഇന്നലെ മാനേജ്മെന്റിന്റെ അടുത്ത് ചർച്ചയുണ്ടായി വൈകുന്നേരം. പക്ഷെ പ്രത്യേകിച്ച് ഞങ്ങൾക്ക് അനുകൂലമായ ഒരു മറുപടിയും അവരുടെ അടുത്ത് നിന്ന് കിട്ടിയിട്ടില്ല. ഇന്നലെ അവരുടെ അഭിപ്രായം അവരിന്ന് പഠിക്കട്ടെ നോക്കട്ടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നേതാക്കളെ ആരെയും ഇതുവരെ ഞങ്ങൾക്ക് വന്നിട്ടില്ല. കേസ് വന്ന് സപ്പോർട്ട് ചെയ്താൽ അത്രയും നല്ലത് ഞങ്ങൾക്ക്. അപ്പോ ഒരു മാനേജ്മെന്റിന്റെ അടുത്ത് ചർച്ചയുണ്ടായി വൈകുന്നേരം. പക്ഷെ പ്രത്യേകിച്ച് ഞങ്ങൾക്ക് അനുകൂലമായ ഒരു മറുപടിയും അവരുടെ അടുത്ത് നിന്ന് കിട്ടിയിട്ടില്ല. ഇന്നലെ അവരുടെ അഭിപ്രായം അവരിന്ന് പഠിക്കട്ടെ നോക്കട്ടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇന്ന് വൈകുന്നേരം ഞങ്ങളൊരു മാർച്ച് നടത്തുന്നുണ്ട്. അതിന് എല്ലാവരുടെയും ജനപിന്തുണ ഞങ്ങൾ എങ്ങോട്ടേക്കാണ്? ഇവിടുന്ന് കറൂറ്റി വരെയാണ് ഞങ്ങള് റാലി പ്ലാൻ ചെയ്യുന്നത്. അതിന്റെ ടൈമിംഗ് ഒക്കെ എങ്ങനെയായിരിക്കും? ഒരു 4 മണിക്ക് ശേഷമായിരിക്കും. 4 മണിക്ക് ശേഷം ഒരു ഏകദേശം കറക്റ്റ് സമയം വല്ല ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കൾ അങ്ങനെ ആരെങ്കിലും വരാൻ സാധ്യതയുണ്ടോ? രാഷ്ട്രീയ നേതാക്കളെ ആരെയും ഇതുവരെ ഞങ്ങൾക്ക് വന്നിട്ടില്ല. കേസ് വന്ന് സപ്പോർട്ട് ചെയ്താൽ അത്രയും നല്ലത് ഞങ്ങൾക്ക്. അപ്പോ ഒരിക്കൽ കൂടി നിങ്ങളുടെ എല്ലാ ഈ സമരത്തിന് ഞങ്ങളുടെ എല്ലാ സപ്പോർട്ടും അറിയിക്കുകയാണ്. തീർച്ചയായിട്ടും ഇത് വിജയിക്കുക തന്നെ വേണം. ഇന്നലെ സിസ്റ്റർ പറഞ്ഞതുപോലെ അറ്റ്ലീസ്റ്റ് ഒരു 1333 രൂപയെങ്കിലും കിട്ടുന്ന ഒരു തലത്തിലേക്ക് ഇത് സംഭവിക്കട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഏതെങ്കിലും NGO പോലുള്ള ആരെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും സപ്പോർട്ടൊക്കെ ആയിട്ട് എത്തിയിട്ടുണ്ടോ? അങ്ങനെ വെള്ളം, ആഹാരം അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യമായിട്ട്? ഞങ്ങൾക്ക് ആവശ്യമുള്ള ഫുഡ് ഞങ്ങൾ വീട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. വെള്ളം ഞങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഈ നിങ്ങളുടെ സമരം വിജയിക്കട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഓക്കെ. അപ്പം നിങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങൾ ഉണ്ടെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾ വളരെ സപ്പോർട്ട് തരുന്നു. രാവിലെയും വൈകുന്നേരം നിങ്ങളുടെ അപ്ഡേറ്റ് ഞങ്ങൾ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ വൈകുന്നേരത്തെ റാലിയുടെ സമയം ഒന്നുകൂടെ എൻ്റെ ഈ ഫോണിലേക്ക് ഒന്ന് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ തീർച്ചയായിട്ടും എത്താം. ഓക്കെ. അടിമകളല്ല അടിയാളല്ല, ഇനിമേലടിമപ്പണി ചെയ്യാൻ നഴ്സുമാരെ കിട്ടില്ല. പറയുവതാരെന്നറിയാമോ നഴ്സുമാരുടെ യുവരക്തം? കൊച്ചിയിലുള്ളൊരു മാതാ തോറ്റു, അങ്കമാലിയിലച്ഛൻ തോറ്റു, വളരിക്കരയിലെ ഹക്കീം തോറ്റു. എന്നിട്ടാണോ KPH നേരെ വാടാ പോരിന് വേണം? ആണാണെങ്കിൽ നേരെ വാടാ, നേരെ വന്നാൽ പോരിന് വന്നാൽ കയ്യും കാലും കൂട്ടിക്കെട്ടി അയ്യാറെട്ടിന് വളമാക്കും. അവകാശ സമരങ്ങൾ അഞ്ഞടിക്കുമ്പോൾ അത്തിമരത്തിൻ കൊത്തുകളിൽ കുത്തിയിരിക്കും നത്തിനെ പോലെ അധികാരികളെ അന്തന്മാരെ